ദൈവത്തിന് മഹത്വം. ആദ്യനും അന്ത്യനും ജീവനും പുനരുത്ഥാനവുമായ മഹാദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ രാത്രിയിൽ JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പിലും യൂട്യൂബിലും നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ ഒരു പ്രാവശ്യവും കൂടെ കടന്നു വരുവാൻ കരുണാമയനായ ദൈവം അനുവദിച്ചതോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അവസരം നൽകിയ അഡ്മിന്മാർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. സുവിശേഷം എന്ന വചന പരമ്പരയിൽ 15-ാം ഭാഗമായി സ്നാനം എന്ന വിഷയത്തോടനുബന്ധിച്ച് അല്പമായി നാം ചിന്തിച്ചു. ഒന്നാമതായി നാമം ഉപയോഗിക്കാത്ത സ്നാനം, 2 സർവനാമം ഉപയോഗിക്കുന്ന സ്നാനം, 3 നാമം ഉപയോഗിക്കുന്ന സ്നാനം എന്നതായിരുന്നു. ഓരോ കാലങ്ങളിൽ അടിസ്ഥാന നിയമങ്ങളെ നിലനിർത്തിക്കൊണ്ട് പൂർണ്ണത വരുത്തുകയായിരുന്നു. അതായത് പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നതും ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും. യഹോവയുടെ കാലം, ക്രിസ്തുവിൻ്റെ കാലം, ആത്മാവിൻ്റെ കാലം. സ്തോത്രം. ഇങ്ങനെ അതിനെ നമുക്ക് സ്തോത്രം കാണാൻ കഴിയും. അത് നമ്മൾ തിരിച്ചറിയുക എന്നതാണ് ബൈബിളിലെ അടിസ്ഥാനം. സ്തോത്രം. അടിസ്ഥാനം ഉപദേശം എന്നത് ഏകസത്യ ദൈവം, സ്തോത്രം, നിത്യജീവൻ അല്ലെങ്കിൽ നിത്യരക്ഷ എന്നതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. സ്തോത്രം. എല്ലാ വിഷയത്തെയും ഒന്ന് സത്യദൈവത്തെ തിരിച്ചറിയുക എന്നതാണ്. സ്തോത്രം. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതെങ്ങനെ സാധ്യമാകുമെന്നതാണ് പ്രധാന കാര്യം. സ്തോത്രം. ഒന്ന്, ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നുവെന്നാണ്. സ്തോത്രം. നമ്മൾ യെശയ്യാപ്രവചനത്തിൽ വായിക്കുന്ന യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കും. ദൈവത്തെ കാണുവാൻ, ദൈവത്തെ അറിയുവാൻ, നിത്യജീവൻ പ്രാപിക്കുവാൻ, സ്തോത്രം, നാം ഒന്ന് ചെയ്യേണ്ടത് ദൈവത്തെ അന്വേഷിക്കുക, അല്ലെങ്കിൽ ദൈവിക വചനത്തിലൂടെ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. രണ്ടാമത്, സ്തോത്രം, ഇത് ദൈവത്തെ അന്വേഷിക്കേണ്ടത് എങ്ങനെയാണ്? യെശയ്യാപ്രവചനത്തിന്റെ 34-ാം അധ്യായത്തിന്റെ 16 നമ്മൾ വായിക്കുന്നു. സ്തോത്രം. ദൈവത്തെ അന്വേഷിക്കുന്നത് ദൈവവചനത്തിലൂടെയാകുന്നു എന്നുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 13-ാം അധ്യായത്തിലെ 52-ാം വാക്യം നമ്മൾ വായിക്കുകയുണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് സ്വർഗരാജ്യത്തിന് ശിഷ്യനായിത്തീർന്ന ഏതൊരു ശാസ്ത്രിയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടയവനോട് സദൃശനാകുന്നു. അപ്പോൾ പുതിയതും പഴയതും എടുത്തു കൊടുക്കുവാൻ തക്ക പ്രാപ്തിയുള്ളവരായി തീരണമെന്നാണ്. സ്തോത്രം. ലുക്കാസ് സുവിശേഷം 21-ൽ നമ്മൾ കാണുന്നു, ദൈവവചന വിഷയമായി സമ്പന്നത പ്രാപിക്കാതെ തനിക്ക് തന്നെ കൂട്ടിവയ്ക്കുന്നവൻ്റെ അല്ലെങ്കിൽ കരുതി വയ്ക്കുന്നവൻ്റെ അവസ്ഥ ഇതാകുന്നു എന്ന്. അതുകൊണ്ട് തിരുവചനത്തെ യഥാർത്ഥമായി അന്വേഷിക്കുകയും പഠിക്കുകയും നമ്മൾ ചെയ്യണം. ദൈവവചനപരമായി നമ്മൾ സമ്പന്നത പ്രാപിക്കണം. അതുകൊണ്ട് ദൈവവചനത്തിന് പുറമേ അന്വേഷിച്ചാൽ നമ്മൾ വഞ്ചിക്കപ്പെടും. അതുകൊണ്ട് അന്വേഷിച്ച് വായിച്ചു നോക്കുക, ചാപ്പകൾ ധ്യാനിക്കുക. അതിലൂടെ ദൈവം എല്ലാം നമുക്ക്, സ്തോത്രം, വെളിപ്പെടുത്തി നൽകും. ഒരുത്തിന് ജ്ഞാനം കുറവെങ്കിലും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തിന്, സ്തോത്രം, ദൈവത്തോട് അപേക്ഷിക്കുക എന്നതാണ്. അതുകൊണ്ട് സംശയ വിചാരങ്ങളെ വിധിക്കരുത്. ശരിയെന്ത് തെറ്റ് എന്ത് എന്ന്, സ്തോത്രം, ദൈവവചനത്തിൽ നിന്ന് നാം, സ്തോത്രം, മനസ്സിലാക്കണം. അതിന് 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ എങ്കിലും ധ്യാനിക്കുകയും പഠിക്കുകയും ഒരു ദിവസത്തിൽ ചെയ്യണമെന്നാണ്. അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടുക തുറക്കും, യാചിക്കുക, സ്തോത്രം, നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. സ്തോത്രം. ഇനിയും സ്നാനങ്ങൾ, വിവിധ തരത്തിലുള്ള സ്നാനങ്ങൾ ഉണ്ട്. നമ്മൾ 1, 2, 3 കാര്യങ്ങൾ അല്പമായി ചിന്തിച്ചു എന്ന് മാത്രം. അതിന് ക്ലാരിറ്റി വരണമെങ്കിൽ ധാരാളം വിഷയങ്ങൾ ചേർത്ത് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സംശയം ചോദിക്കുന്നത് നല്ലതാണ്. ഓരോ വിഷയത്തിലും നമ്മുടെ ഹൃദയത്തിലെ ചിന്താഗതികൾ അറിയുന്നതും അതറിഞ്ഞ് മറുപടി കൊടുക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് കാണാൻ കഴിയും. ജനങ്ങൾ, സ്തോത്രം, അവനെ വാക്കിൽ കൊടുക്കുവാനും
പരീക്ഷിക്കുവാനും, അതുപോലെ ദൈവവചന വിഷയത്തിൽ ഇങ്ങനെയൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ശരി ഏതെന്നൊക്കെ അറിയുവാനായിട്ട് സംശയ നിവാരണം നടത്തുവാൻ ഒരുങ്ങുമ്പോൾ യേശുക്രിസ്തു അതിന് സ്തോത്രം മറുപടി പറയുന്നു എന്നുള്ളതാണ്. സ്തോത്രം അത് തിരുവചനത്തിലൂടെ. അതുകൊണ്ട് വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുന്നതനുസരിച്ച് അർത്ഥവും മാറും. അതുകൊണ്ട് നിങ്ങൾ വിളിക്കുക. ഫോൺ നമ്പർ 62 82 61 47 59. സ്തോത്രം. അത് നമ്മൾ ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. പോരായ്മകളെ തമ്മിൽ സംസാരിച്ച് മനസ്സിലാക്കി അത് തിരുത്തുന്നത് സ്തോത്രം നല്ലതാണ്. നമ്മളുടെ അറിവ് കൊണ്ട് നശിക്കുവാൻ പാടില്ല, അറിവ് കേടുകൊണ്ടും നമ്മൾ നശിക്കരുത്. സ്തോത്രം. അതുകൊണ്ടെന്ന് ദൈവവചനം എങ്ങനെ പഠിക്കണം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തെ ആധാരമാക്കി ചിന്തിക്കുവാനാണ് കർത്താവ് എനിക്ക് അങ്ങനെ ഒരു ചിന്ത നൽകിയത്. അത് ഉചിതമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുകയാണ്. ഒന്നാമതായി, തിരുവചനം എന്തിനായി എഴുതപ്പെട്ടു? 2 തീമോഥെയോസ് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 17 വരെയൊക്കെയും വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം, എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച ആകേണ്ടതിന് ഉപദേശം, ശാസന, ഗുണീകരണം, നീതിയിലെ അഭ്യാസം ഇതിന് പ്രയോജനമുള്ളതാണ് എന്നതാണ്. സ്തോത്രം. അപ്പോൾ തിരുവചനങ്ങളെ നമ്മൾ ശരിയായി പഠിക്കുമ്പോൾ ആ തിരുവഴുത്ത് നമ്മളെ സൽപ്രവൃത്തിയിലേക്ക് ദൈവത്തിൻ്റെ ഹിതപ്രകാരം അനുസരിച്ച് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതിന് ഉപദേശമുണ്ട്, ശാസനയുണ്ട്, ഗുണീകരണമുണ്ട്, നീതിയിലെ അഭ്യാസം ആ തിരുവചനത്തിൽ ഉണ്ടാകണം. സ്തോത്രം. അതിൻ്റെ 14-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചു നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നത് നിലനിൽക്കുക. അപ്പോൾ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകൾ. അപ്പോൾ മതിയായ തിരുവഴുത്തുകളെ നാം കണ്ടെത്തണം. സ്തോത്രം. അത് പഠിക്കുകയും ചെയ്യണം, നിശ്ചയം പ്രാപിക്കുകയും ചെയ്യണമെന്ന്, അതിൽ നിലനിൽക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എല്ലാ തിരുവഴുത്തും പഠിക്കണം, പരിശോധിക്കണം. അതങ്ങനെയോ ഇങ്ങനെയോ എന്ന് സ്തോത്രം നമ്മൾ പരിശോധിച്ച് സത്യവചനത്തെ കണ്ടെത്തണം എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് പുതിയ നിയമവും പഴയ നിയമവും എടുത്തു കൊടുക്കുന്ന ഒരു വീട്ടുടയവനോട് തുല്യനാണ്. അതുകൊണ്ട് സകലം വചനം പഠിച്ചാൽ പോരാ, സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നാണ് കർത്താവ് എഴുതിയിരിക്കുക. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നാമത് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് നോക്കണം. അതിലൊന്നും കാണാതിരിക്കയില്ല. അതിൽ യേശുവിനെ കാണണം. വചനങ്ങളുടെ വരികൾക്കിടയിൽ ഉപമാനം ചെയ്തുകൊണ്ട് യേശുക്രിസ്തു നിൽക്കുന്നു. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിന് 44 വായിക്കുമ്പോൾ അവിടെ കാണുന്നു. സ്തോത്രം. ഇതിനെക്കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും മോശ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആ വരികൾക്കിടയിൽ ക്രിസ്താവായ യേശു ക്രിസ്തുവിനെ കാണണം. കാണാതിരുന്നാൽ സ്തോത്രം നമുക്ക് തെറ്റുപറ്റും. ഹല്ലേലൂയ. അത് കാലങ്ങൾക്കനുസരിച്ച് കാണണം. അത് പ്രവചന നിവർത്തിയെ ഓരോരോ കാലഘട്ടങ്ങളിൽ എങ്ങനെയാണ് സ്തോത്രം അത് രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് നാം അറിയണം. സ്തോത്രം. ഹല്ലേലൂയ. എബ്രായ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 11-ാം അധ്യായം 12-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സാക്ഷികളുടെ ഒരു വലിയ സമൂഹം ഇത് ക്രിസ്തുവിനെ വരച്ചു കാട്ടുകയാണ്. എന്നാൽ ഈ കാണുന്നതായിരിക്കുന്നവരിലൊക്കെയും ഏറ്റവും വലിയവനാണ് ക്രിസ്തു എന്ന് ഹല്ലേലൂയ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോരുത്തരെ കുറിച്ച് അവരവരുടെ വിശ്വാസം സ്തോത്രം അല്ല, നമുക്ക് ക്രിസ്തു എങ്ങനെയെന്ന് പഠിച്ച് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് നാം മുന്നോട്ട് പോകണം. സ്തോത്രം. മത്തായി സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 4 വായിക്കുന്നു, സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നാണ്. അതിന് ആത്മാവിൻ്റെ വാളെന്നുള്ളതായിരിക്കുന്ന ദൈവിക വചനം നമുക്ക് സ്തോത്രം ഹല്ലേലൂയ അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ വള്ളിയും പുള്ളിക്കും മാറ്റം വരുന്നത് പോലെ. അതുകൊണ്ട് പരിജ്ഞാനത്തിലേക്ക് നയിക്കാതെ വണ്ണം സ്തോത്രം അനേകർ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വചനത്തെ കോട്ടിക്കളയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. എല്ലായ്പ്പോഴും കർത്താവായ യേശു ക്രിസ്തു വചനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പഠിക്കുന്നതെന്ന്, അല്ലെങ്കിൽ സംസാരിക്കുന്നതെന്ന്, പഠിക്കുന്നതെന്നല്ല സംസാരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും.
ഹല്ലേലൂയ. അതിൽ നിന്നുമുള്ള ആ ഉദ്ധരണികളെ ആധാരമാക്കിക്കൊണ്ടാണ് കർത്താവ് എപ്പോഴും സംസാരിക്കുന്നത്, അപ്പോസ്തലന്മാരൊക്കെയും സംസാരിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. റോമലേഖനം അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 17 നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീരുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം എന്നാണ്. അപ്പം നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ, ഈ ഉപദേശ രൂപം കൊണ്ട് നമ്മളെ സ്തോത്രം, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളണം. വ്യാജാത്മാക്കൾ കൊണ്ട് നമുക്ക് സ്നേഹസദ്യകൾ മറഞ്ഞു കിടക്കുന്ന പാറക്കഷ്ണങ്ങളായി നമുക്ക് സ്തോത്രം, നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വായിക്കുമ്പോൾ ഒരു പ്രവാചകിയെക്കുറിച്ചൊക്കെയും പറയുകയാണ്. നമ്മളെ സത്യത്തിൽ നിന്ന് അകറ്റുന്നതായിരിക്കുന്ന ദുരുപദേശങ്ങൾ സ്തോത്രം നമുക്കുണ്ടാകും. അതുകൊണ്ട് വചനത്തെ ശരിയായി നാം അറിയണം. അതിന് ഒരു ഉപദേശ രൂപം നമ്മൾ സൃഷ്ടിക്കണമെന്ന് റോമാലേഖനം നമുക്കതെങ്ങനെയാണ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. എബ്രായലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായി പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തുവെങ്കിൽ ഈ കാലത്ത് സ്തോത്രം, ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് ശേഷം സ്തോത്രം, പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്, പ്രവാചക സൂക്തങ്ങൾ യോവേൽ പ്രവചനം പറയുന്നത് പോലെ സ്തോത്രം, ആത്മാവ് അവരുടെ മേൽ വന്നപ്പോൾ ആത്മാവ് നൽകിയ ഉപദേശത്തെക്കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. സ്തോത്രം. ആത്മാവ് ഒന്ന് തന്നെയാണ്, അത് നമ്മൾ പിന്നീട് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. സ്തോത്രം. റോമാലേഖനം അതിനെ 5-ാം അധ്യായത്തിൻ്റെ 14 വരുവാനുള്ളവൻ്റെ പ്രതിരൂപമായ ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദാം മുതൽ മോശ വരെ വാണിരുന്നു. ഏകൻ്റെ ലംഘനത്താൽ മരിച്ചുവെങ്കിൽ ആ ഏകൻ്റെ കൃപയാൽ അവൻ്റെ നീതിയാൽ ക്രിസ്തുവേശുവിൽ നമുക്ക് നിത്യജീവൻ നമ്മളിൽ വാണു എന്ന് നമുക്കവിടെ കാണുവാൻ. എന്നിട്ട് എഴുതുകയാണ്, ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ് ഇരിക്കുന്നവരായ നാം അവൻ്റെ മരണം അടക്കം പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ചെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. റോമാലേഖനം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം വായിക്കുമ്പോൾ പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയണം. അപ്പം ഭാഗമായി പ്രവാചകൻ മുഖാന്തരവും യേശുക്രിസ്തു മുഖാന്തരവും ആത്മാവ് സ്തോത്രം നൽകിയതുമായിരിക്കുന്ന ഉപദേശത്തിൻ്റെ പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് നാം തിരിച്ചറിയണം. അപ്പോൾ പൂർണ്ണതയും അപൂർണതയും എന്ത് എന്ന് തിരുവെഴുത്തുകളിലൂടെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അനേക ഉദാഹരണങ്ങൾ നമുക്ക് വയ്ക്കേണ്ടതാണ്. ഇപ്പോഴതിന് സമയമില്ല, നിങ്ങളുടെ ചിന്തകളെ ഒന്ന് മാറ്റിവിടുന്നു എന്ന് മാത്രം. എബ്രായലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വായിക്കുമ്പോൾ ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപമല്ലായക കൊണ്ട് ആണ്ടുതോറും നടത്തി വരുന്ന യാഗങ്ങൾ കണ്ടോ. അപ്പോൾ ന്യായപ്രമാണം വരുവാനുള്ളതായ നന്മകളുടെ നിഴലാണ്. മുൻ എഴുതപ്പെട്ടിരിക്കുന്ന മുൻ തിരുവെഴുത്തുകളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. അത് വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. ഇപ്പോൾ പഴയ നിയമം നിഴലാണ്. നന്മകൾ വരുവാനുള്ള, ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ സാക്ഷാൽ സ്വരൂപമല്ല അല്ലായക കൊണ്ട്. അതുകൊണ്ട് നിഴൽ, സ്വരൂപം അല്ലെങ്കിൽ സാക്ഷാൽ സ്വരൂപം, നിഴൽ, രൂപം, സാക്ഷാൽ സ്വരൂപം എന്നത് നാം ശരിയായി അറിയണം. അല്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റും. നമ്മളുടെ വിശ്വാസം സ്തോത്രം തെറ്റായിരിക്കും. 10 കന്യകമാരിൽ 5 കന്യമാരുടേതായിരിക്കുന്ന ജീവിതത്തിന് അനുയോജ്യമായി സ്തോത്രം തീരും എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് നിഴലും രൂപവും അല്ലെങ്കിൽ സ്വരൂപവും വ്യക്തമല്ല എന്നുള്ളതാണ്. നിഴലെന്നത് പ്രകാശ ലഭ്യതയനുസരിച്ച് വ്യത്യസ്തമായ രൂപങ്ങളിൽ അവ്യക്തമായി കാണുന്നു. എന്നാൽ രൂപം കുറച്ചും കൂടെ വ്യക്തതയോടുകൂടെ കാണുന്നു. എന്നാൽ അത് പൂർണ്ണതയല്ല. സ്തോത്രം. ന്യായപ്രമാണത്തിലും സങ്കീർത്തനത്തിലും പ്രവാചക പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നതായ രൂപമായ ക്രിസ്തു, അല്ലെങ്കിൽ മനുഷ്യനായ യേശു ക്രിസ്തു, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ ചൊരിഞ്ഞ് രക്തത്താൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളതായ സത്യം നമുക്ക് വെളിപ്പെടും. എന്നാൽ അവർക്ക് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ടായിരുന്നു. അത് പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവരെ അത് കർത്താവ് പറഞ്ഞത് ഓർമ്മപ്പെടുത്തുകയും ആ സത്യത്തിലേക്ക് നയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അത് ന്യായപ്രമാണത്തിൻ്റെ സത്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന തിരുവെഴുത്തുകളുടെ സ്തോത്രം നിവൃത്തിയാണ് പുതിയ നിയമമെന്ന് നമുക്ക് കാണുവാൻ കഴിയും.
സ്തോത്രം. അതുകൊണ്ട് ഈ ന്യായപ്രമാണം എന്ന ശത്രുത്വം ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ കർത്താവായ യേശു ക്രിസ്തു നീക്കി. അത് വെറും ജഡീക നിയമങ്ങളായിരുന്നു, എന്നാൽ ആത്മീക നിയമം നമുക്ക് നൽകി. എന്നാൽ ന്യായപ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നില്ലയോ എന്നാണ്. സ്തോത്രം. അപ്പോൾ ഇത് ഹല്ലേലൂയ താരതമ്യപ്പെടുത്തി നമുക്ക് ചില വീക്ഷണങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സ്തോത്രം. ആ ജഡീക നിയമങ്ങളും ആത്മീക നിയമങ്ങളും സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ അടക്കം ചെയ്തു. സ്തോത്രം. ആണ്ടുതോറും ഉള്ളതായിരിക്കുന്ന യാഗങ്ങൾ പഴയ നിയമത്തിലുണ്ടായിരുന്ന മൃഗയാഗമെങ്കിൽ അത് ഒറ്റയാഗത്താൽ നീക്കി. ഇനി യാഗം ആവശ്യമില്ല. സ്തോത്രം. എന്നാൽ ആ യാഗം ഹല്ലേലൂയ സ്തോത്രം സ്നാനത്തിലും തിരുവഴുത്തിലും ഉൾപ്പെടുത്തി. ഹല്ലേലൂയ. അങ്ങനെ സ്തോത്രം ഹല്ലേലൂയ വേർപാടിൻ്റെ നടുച്ചുവർ സ്തോത്രം കർത്താവ് ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർക്കുവാൻ അത് ഇടിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. സ്തോത്രം. ഇത് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ശരിയായി പഠിക്കേണ്ടതുണ്ട്, നിഴലും പൊരുളുമായി പഠിക്കേണ്ടതുണ്ട്. സ്തോത്രം. നമുക്ക് ഹാബേലിനെ കാണാം. ഹല്ലേലൂയ സ്തോത്രം. പെസഹ കുഞ്ഞാട് കാണാം, അതുപോലെ മന്ന കാണാം. ഇത് ഹല്ലേലൂയ അത്താഴത്തിലും യേശു ക്രിസ്തുവിൻ്റെ മരിച്ചു അടക്ക പുനരുത്ഥാനം എന്നുള്ളത് സ്നാനത്തിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത് നിഴലായി നിൽക്കുന്നു. അതുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും സ്തോത്രം പുനരുത്ഥാനമെന്ന ഒരു വിഷയം നമുക്ക് ഹല്ലേലൂയ ഉണ്ട് എന്നുള്ളതാണ്. ഒരു മരണം എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും, ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ നമുക്ക് ശരിയായ വിശകലനം ചെയ്ത് നമുക്ക് ഇത് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പൂർണ്ണതയുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാം. അതുകൊണ്ട് ഭാഗമായി സംസാരിച്ചതും പൂർണ്ണത വരുത്തിയതുമായത് യഥാർത്ഥമായി നമുക്ക് മനസ്സിലാക്കി, ഇത് കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, ഞാൻ നിവർത്തിക്കുവാൻ അത്രേ വന്നത്. അപ്പോൾ ന്യായപ്രമാണത്തെ നീക്കി അത് തന്നെ മറ്റൊന്നായി നിവർത്തിച്ചത് എങ്ങനെയാണ് എന്നുള്ള ആ വിഷയത്തെ നാം അറിയണം. 10 കൽപ്പനകളിൽ ശബത്തൊഴിവാക്കി എങ്കിലും ദൈവമേകനെന്നത് നീക്കിയില്ല. ബാക്കിയുള്ളതെല്ലാം നമ്മൾ ചെയ്യണം. എന്നാൽ അതിനെ മറ്റൊന്നിലായി രൂപാന്തരപ്പെടുത്തി അതിനെ പരിച്ഛേദന എന്നത് ഹൃദയപരിച്ഛേദന എന്നുള്ള വിഷയത്തോടനുബന്ധിച്ചത് ലേഖനങ്ങളിൽ പറയുന്നു. സ്തോത്രം. അഗ്രചർമ്മവും പരിച്ഛേദനയുമല്ല, പുതിയ സൃഷ്ടി എത്രയേ കാര്യം. സ്തോത്രം. ഇപ്പം ഹൃദയപരിച്ഛേദനയാണ് അതിനെ സ്തോത്രമാക്കി രൂപാന്തരപ്പെടുത്തി. പറഞ്ഞു വരുന്നതിൻ്റെ സാരം ഇതാണ്: ഉപദേശരൂപം സൃഷ്ടിക്കുന്നത് എങ്ങനെ? ദൈവം ഭാഗമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു, പിന്നീട് പുത്രൻ മുഖാന്തരം അരുളി ചെയ്തു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതെല്ലാം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ തക്കവണ്ണം ഞാൻ പോയതിന് ശേഷം പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. സ്തോത്രം. അത് ഞാൻ പറഞ്ഞതല്ല, യോവേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പ്രവചിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങളെ ശക്തി ലഭിച്ച് ഭൂലോകത്തിൻ്റെ അറ്റത്തെ ഒക്കെയും സാക്ഷികളാകും. സ്തോത്രം. യെരൂശലേമിലും യഹൂദിലും ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങൾ പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിൻ. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാകാത്ത പല കാര്യങ്ങളും ദൈവത്തിൻ്റെ ആത്മാവ് വന്നപ്പോൾ, അല്ലെങ്കിൽ ദൈവം തന്നെ വന്നപ്പോൾ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് തന്നെ വന്നപ്പോൾ അതവരെ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് കാലങ്ങളെ മനസ്സിലാക്കി തിരുവഴുത്തുകളെ വിശകലനം ചെയ്ത് പഠിച്ച് നിശ്ചയം പ്രാപിക്കുമ്പോൾ മാത്രമാണ് സ്നാനത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് സ്തോത്രം, നമ്മൾ ശരിയായൊരു പഠനം നമുക്ക് ആവശ്യമായിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 26-27 വായിക്കുമ്പോൾ നമുക്ക് ദൈവം അത് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ തിരുവഴുത്തുകളെല്ലാം ആധാരമാക്കി അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അതുകൊണ്ട് എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നറിയണം.
എങ്കിൽ മാത്രമേ സ്നാനം ശരിയായി അറിയുവാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് തുടർന്നും സ്നാനങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കണം. ആത്മാവിൻ്റെ കാലങ്ങളിലെ പ്രവർത്തനം എങ്ങനെയൊക്കെയാണെന്ന് വിശകലനം ചെയ്ത് പഠിക്കണം. പഴയ നിയമകാലത്ത് ആത്മാവ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? പുതിയ നിയമകാലത്ത് ക്രിസ്തുവിലൂടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? പരിശുദ്ധാത്മാവ് അപ്പോസ്റ്റൽ പ്രവൃത്തിയിൽ അപ്പോസ്റ്റൽമാരിലൂടെ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? ഒരാത്മാവ് തന്നെയാണ്, ശുശ്രൂഷകൾ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ആത്മാവ് ഒന്ന് തന്നെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ആത്മാവിലാണ് അവർ, ഹല്ലേലൂയ സ്തോത്രം, നമ്മളോട് സുവിശേഷം അറിയിച്ചത്. അതുകൊണ്ട് നമുക്കിതിനെ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതായ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ നമ്മൾ ശരിയായി നമുക്ക് പഠിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അത് വ്യാഖ്യാനിച്ച് പഠിക്കണം. സ്തോത്രം. അതുകൊണ്ട് അക്ഷരീയമായ വ്യാഖ്യാനമുണ്ട്, ആത്മീകമായ വ്യാഖ്യാനമുണ്ട്. അക്ഷരീയവും ആത്മീയവും ഒരുമിച്ച് വ്യാഖ്യാനിക്കേണ്ട ഭാഗങ്ങളുണ്ട്. സ്തോത്രം. ഹൃദയ നിരൂപണ വ്യാഖ്യാനമുണ്ട്, ദ്വിഭാഷി പ്രയോഗങ്ങളുണ്ട്, ഉപമാ പ്രയോഗങ്ങളുണ്ട്, അക്ഷരങ്ങളുടെ വ്യാഖ്യാനമുണ്ട്, ആലങ്കാരിക വ്യാഖ്യാനമുണ്ട്, നിഴൽ പൊരുൾ ബന്ധം. സ്തോത്രം. ഇങ്ങനെ തുടങ്ങി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. വിട്ടുകളഞ്ഞ ഭാഗങ്ങളെ കോർത്തിണങ്ങിക്കൊണ്ട് സ്തോത്രം നമുക്ക് സ്തോത്രം കാലങ്ങളെ എങ്ങനെയാണ് വിഭജിച്ചിരിക്കുന്നു എന്ന് യുഗപരമായുള്ള പഠനം ആവശ്യമാണ്. അക്കങ്ങൾ കൊണ്ട് എങ്ങനെയാണ് സ്തോത്രം ഇങ്ങനെ സ്തോത്രം സംഖ്യാശാസ്ത്രത്തിലൂടെയൊക്കെയും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സ്തോത്രം. ഇനി എതിർപ്രയോഗങ്ങളുണ്ട്, പേരുകളുടെ വ്യാഖ്യാനമുണ്ട്, ഇങ്ങനെ തുടങ്ങി ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്. വചന സന്ദർഭങ്ങളെ നമുക്ക് വിലയിരുത്തി പഠിക്കണം. സങ്കല്പ വിപരീതങ്ങളുണ്ട്, കൂട്ടിച്ചേർത്തുള്ള പഠനങ്ങളുണ്ട്. സ്തോത്രം. ഇങ്ങനെ സ്തോത്രം പഠിക്കേണ്ടതുണ്ട്. അതിന് ഭാഷയിലെ അർത്ഥം മനസ്സിലാകണം, വാചകത്തിലെ ആശയം, ഖണ്ഡികയിലെ ആശയം, പ്രതിപാദിക്കുന്ന പൊതുവിഷയത്തിൻ്റെ അർത്ഥം, പദത്തിൻ്റെ ആശയം, പ്രാദേശിക അർത്ഥം, യുഗപരമായ പഠനം, പിന്നെ പ്രവചനപരമായിട്ടുള്ള സ്തോത്രം പഠനം. ഹല്ലേലൂയ. ഇതെല്ലാം ആത്മാവിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് പഠിക്കണം. അതുകൊണ്ട് എല്ലാ തിരുവഴുത്തും ദൈവവിശ്വാസ്യമാണ്. അതുകൊണ്ടെല്ലാം നമ്മൾ പഠിക്കണം. അത് യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് സ്തോത്രം അത് ഹല്ലേലൂയ സ്തോത്രം പഠിക്കണമെന്നുള്ളതാണ്. ഇത് പഠിക്കുമ്പോൾ വിശ്വാസവും പ്രത്യാശയും സ്നേഹവും നമുക്കിത് വലുതായി കാണുവാൻ നമുക്ക് സ്തോത്രം നമുക്ക് സ്ഥിരത ഉണ്ടാകും, വിശ്വാസമുണ്ടാകും, പ്രത്യാശയുണ്ടാകും. നമ്മുടെ ആത്മീയ ജീവിതം നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. അതുകൊണ്ട് എല്ലാ തിരുവഴുത്തും നമുക്ക് തെറ്റാതെ വണ്ണം എങ്ങനെ സ്തോത്രം അത് വെച്ചിരിക്കുന്നു, അത് എങ്ങനെയാണ് അതിൻ്റെ തിരുവഴുത്തുകൾ സ്തോത്രം തെറ്റാതെ വ്യാഖ്യാനിച്ച് ആ ദൈവം പറഞ്ഞതായ സത്യത്തിൽ നിൽക്കേണ്ടതെന്നുള്ളതായ അറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമാണ് സ്തോത്രം പഴയ നിയമത്തിൽ ഉദ്ധരിക്കപ്പെട്ടിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ സ്നാനം, മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, അത് സ്നാനത്തിനൊരു മുൻകറി. സ്തോത്രം സ്തോത്രം. രണ്ടാമത് ഹല്ലേലൂയ നാമങ്ങൾ നിർദ്ദേശിക്കാതെ യേശു ക്രിസ്തുവും അതുപോലെ യോഹന്നാനും സ്നാനം കഴിപ്പിക്കുന്നു. എന്നാൽ മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, അതുപോലെ മുൻകുറിയാകുമ്പോൾ അത് സ്നാന നിയമങ്ങളായി ചിലപ്പോൾ മുന്നോട്ട് അവർ ആചരിച്ചു പോകുന്നില്ല. എന്നാൽ സ്നാനം ഒരു നീതിയായി അവിടെ ഒരു പ്രത്യേക കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതായ കാര്യം പുരോഹിത ശുശ്രൂഷയുള്ള ബന്ധത്തിലും ശുദ്ധീകരണം എന്നുള്ളതായിരിക്കുന്ന വിഷയത്തിലൂടെയും നമുക്കത് ചിന്തിക്കേണ്ടതുണ്ട്. സ്തോത്രം. മൂന്നാമതായി നാമം ഉപയോഗിക്കുന്ന സ്നാനം. സ്തോത്രം. ഇതേതാണ്, ഏത് കാലഘട്ടം വരെ സ്തോത്രം ഏതെല്ലാം ചെയ്തു, ഇനി ഏതെല്ലാം ചെയ്യേണ്ട എന്നുള്ള ശരിയായ പഠനം. ഇപ്പോൾ ഏതാണ് ചെയ്യേണ്ടത്? അതുകൊണ്ടാണ് ന്യായപ്രമാണം വരുവാനുള്ള നിഴലുടെ സാക്ഷാൽ സ്വരൂപമല്ലായികയാൽ അണ്ടുതോറും സ്തോത്രം. അതുകൊണ്ട് അതെല്ലാം ചെയ്യുമ്പോഴും ഹല്ലേലൂയ അതിനകത്ത് അടക്കം ചെയ്തിരുന്നത് ക്രിസ്തു എന്നുള്ളതാണ്. വരുവാനിരിക്കുന്ന നന്മയുടെ നിഴലായി സ്തോത്രം പഴയ നിയമം നിൽക്കുകയാണ്. അതുകൊണ്ടാണത് യാഗം പഴയ നിയമത്തിൽ ക്രിസ്തുവിനെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഹല്ലേലൂയ സ്തോത്രം.
അതുകൊണ്ട് രക്തം ചൊരിഞ്ഞിട്ടില്ലാത്ത വിമോചനമില്ല. രക്തം ജീവനാണ്. സ്തോത്രം. മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ സ്തോത്രം കാൽവറിയിൽ നമുക്ക് വേണ്ടി സ്തോത്രം യാഗമായി തീർന്നു. ആ രക്തത്തിലൂടെ നമുക്കുള്ള വിമോചനം, അവൻ്റെ മരിച്ചടക്ക പുനരുത്ഥാനം എന്നുള്ള യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ഈ സ്നാനത്തിലും തിരുവത്താഴത്തിലും അടക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്തോത്രം എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. നമുക്ക് തുടർന്ന് സ്തോത്രം വ്യാഖ്യാനങ്ങളെ കുറിച്ച് നമുക്കറിയണം. എങ്ങനെയാണ് ഉപദേശരൂപം സൃഷ്ടിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി സ്തോത്രം സത്യത്തിൻ്റെ പാതയിലേക്ക് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് പോകുവാൻ, സ്തോത്രം സത്യത്തിൽ തന്നെ ജീവിക്കുവാൻ, സത്യമെന്ന ക്രിസ്തുവിനെ പൂർണ്ണതയോടുകൂടെ കണ്ടെത്തുവാൻ, ക്രിസ്തുവെന്ന ദൈവമർമ്മത്തെക്കുറിച്ച് യഥാർത്ഥമായി മനസ്സിലാക്കി സ്തോത്രം നമുക്ക് കാലാകാലങ്ങളിലുള്ള നിയമങ്ങളെ സ്തോത്രം നിഴലും പൊരുളുമായി നമുക്കൊന്ന് പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ക്രിസ്തുവിൽ നിലനിൽക്കുവാൻ, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുവാൻ നമ്മളെ ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇവിടെ കുറിക്കുന്നു. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവേ നന്ദി, നന്ദി, നന്ദി.